നീ 24 മണിക്കൂറും ഫോണിൽ കുത്തിക്കളിച്ചോണ്ടിരുന്നോട്ടോ. ഹലോ ഹലോ പാത്തു, ഷംസു ഉണ്ടോ അവിടെ? ഇക്ക ഹോസ്പിറ്റലിലാണല്ലോ. അയ്യോ, എന്തു പറ്റി? ഷംസുവിന്റെ ബാപ്പയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന. എന്താ ജയശ്രീ, അത്യാവശ്യം എന്തെങ്കിലും? ഇല്ല, ഞാൻ അവനെ വിളിച്ചോളാം. അയ്യോ, ഇക്ക ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഹലോ ഹലോ എന്റെ ടീച്ചറെ, പിള്ളേരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഴപ്പം മുഴുവനും കാരണവന്മാരുടെ. ആ സർ. ഹലോ, ടീച്ചറെ വിളിച്ചായിരുന്നോ? ഏയ്, കൈ തട്ടി അറിയാണ്ട് കോള് വന്നതാ. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു ആ സമയത്ത് ടീച്ചർ വല്ല അത്യാവശ്യത്തിന് വിളിച്ചായിരിക്കുന്നു. ശരി സർ. എന്നാ ഇക്ക കുന്ത്രണ്ട് ഒന്ന് ഓഫാക്കുവോ? ഇതങ്ങനെ ശരിക്കും പൊടിയിട്ടേടി. നിഷാമസേ, അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ എനിക്കൊരു 20,000 രൂപ ഇടാമോ? വളരെ അത്യാവശ്യം, അതുകൊണ്ടാ. ഈ പാതിരാത്രിയിൽ ജയശ്രീ മിസ്സിന് എന്തിനാ പൈസ? ഹലോ. എന്താ മിസ്സേ പൈസക്ക് ഇത്ര അത്യാവശ്യം? അതെ മിസ്സേ, അമ്മാവനൊരു സർജറി. കാശ് കുറച്ചിവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അവർക്ക് ഗൂഗിൾ പേ ചെയ്യാനാ. അതിനെന്താ, വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് ഓർത്താ ഞാൻ വിളിച്ചേ. ക്യാഷ് ഇപ്പൊ തന്നെ ഇടാം മിസ്സേ. ശരി മിസ്സേ.
ഫോണും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന നമ്മളൊക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു സൈബർ ക്രൈമിൽ അകപ്പെടാം. അതിന് നമ്മളൊരു കുറ്റം ചെയ്യണമെന്നില്ല കേട്ടോ. അറിഞ്ഞൂടെ ബാബുക്കുട്ട? മാറിക്കടങ്ങൾ മാറിക്കാൻ മനസ്സിലായില്ലേ ജയശ്രീ ടീച്ചർ യഥാർത്ഥ ഗുണം? എന്തേക്കാ? ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടി നടക്കുന്നവരാണ് നമ്മളിൽ പലരും. ചൂടുപറ്റി ഒപ്പമുണ്ടെങ്കിലും ചൂടറിയാത്തവർ, നമ്മുടെ ഉള്ളുരുക്കങ്ങൾ തിരിച്ചറിയാത്തവർ. വെളിച്ചത്തിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു സുഹൃത്തുമൊത്ത് ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നതെന്ന് അന്ധയും ബധിരയുമായിരുന്ന ഹെലൻ കെല്ലർ സൗഹൃദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ പരക്കെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇത് ആകാശവാണി. ഇനി ചേർത്തല മഹേഷ് വർമ്മയുടെ വയലിൻ കച്ചേരി കേൾക്കാം.